അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 14 വെള്ളിയാഴ്ച. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. ഹോസ്റ്റലിൽ നിന്ന് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ 2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. കൂട്ടാളികൾ ഓടി രക്ഷപ്പെട്ടു. കൊല്ലം കുളത്തുപുഴ സ്വദേശി ആകാശ്, ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. 1.909 കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്ന് തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക് സെൽ ACP അബ്ദുൽ സലാം. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയെ പിടിച്ചതിൽ നിന്നാണ് വിവരം ലഭിച്ചത്. തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസും കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും കണ്ടെത്തി. ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചെന്ന് ACP പറഞ്ഞു. ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ 4 മണിവരെ നീണ്ടുനിന്നു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരിൽ SFI നേതാവും കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇയാളുടെ മുറിയിൽ നിന്നും 9.70 ഗ്രാം കഞ്ചാവ് പിടിച്ചെന്നാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. കേസിൽ പിടിച്ചെടുത്ത കഞ്ചാവ് അളവിൽ കുറവായതിനാൽ ആദിത്യനെയും അഭിരാജിനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചതെന്ന് സ്റ്റേഷനിൽ നിന്നും മടങ്ങവേ അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. കളമശ്ശേരിയിൽ പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ സംരക്ഷിച്ച് SFI. അഭിരാജ് സിഗരറ്റ് പോലും ഉപയോഗിക്കുന്നയാളല്ലെന്നും അഭിരാജിനെ ഭീഷണിപ്പെടുത്തി പോലീസ് കേസെടുത്തതാണെന്നും SFI ഏരിയ പ്രസിഡന്റ് ദേവരാജ് ആരോപിച്ചു. 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത് KSU നേതാവിന്റെ മുറിയിൽ നിന്നാണെന്നും ആകാശിനൊപ്പം KSU നേതാവ് ആദിലാണ് മുറിയിൽ താമസിക്കുന്നതെന്നും ഒളിവിൽ പോയ ആദിൽ KSUവിനായി മത്സരിച്ച വിദ്യാർത്ഥിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നും SFI ആവശ്യപ്പെട്ടു. കളമശ്ശേരിയിൽ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ SFI പ്രവർത്തകരുടെ ആരോപണം തള്ളി KSU പ്രവർത്തകരായ ആദിലും അനന്തുവും. തങ്ങൾ ഒളിവിൽ പോയിട്ടില്ലെന്ന് SFI ആരോപണം ഉന്നയിച്ച ആദിലും അനന്തവും മാധ്യമങ്ങളോട് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയതാണെന്നാണ് ആദിൽ പറയുന്നത്. ഹോസ്റ്റലിൽ അല്ല താമസിക്കുന്നതെന്നും കഞ്ചാവ് പിടികൂടുന്ന സമയത്ത് പാർട്ട് ടൈം ജോലിയായ പോർട്ടർ ഓൺലൈൻ സാധന വിതരണത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് അനന്തു പറയുന്നത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കുടുക്കിയെന്ന SFI ആരോപണം തള്ളി പോലീസ്. അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നും തൃക്കാക്കര ACP ബേബി വിശദീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചാണ് റെയ്ഡ് നടത്തിയത്. ഹോസ്റ്റലിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായ ബന്ധമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അടക്കം കേസിൽ പങ്കുണ്ടെന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടന്നതെന്നും പോലീസ് അറിയിച്ചു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കേസിൽ അറസ്റ്റിലായ അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ പോളിടെക്നിക് കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരി കേസിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സമഗ്ര അന്വേഷണത്തിനായി സിറ്റ് ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാമിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. RSS ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ക്യാൻസർ എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തുഷാർ ഗാന്ധി. ചതിയന്മാർ എന്നും ചതിയന്മാരാണെന്നും മാപ്പ് പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ ശക്തികളോട് അല്ല ആഭ്യന്തര ശക്തികളോട് പോരടിക്കേണ്ട അവസ്ഥയാണെന്നും കേരളത്തിൽ ഇത് സംഭവിച്ചു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ രീതി ഇതല്ലെന്നും ഏറ്റവും പ്രതിപക്ഷ ബഹുമാനം ഉണ്ടെന്ന് കരുതുന്ന സ്ഥലം ആണ് കേരളമെന്നും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്ന അവസാനത്തെ സ്ഥലം ആണ് കേരളമെന്നും വിഷം വമിപ്പിക്കുന്നവരെ കേരളം പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
RSSനെതിരായ തുഷാർ ഗാന്ധിയുടെ പരാമർശത്തിൽ നിയമ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് വിയോജിക്കാനുള്ള അവകാശം. തുഷാർ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അതേ വേദിയിൽ പ്രതിഷേധിക്കാമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. കണ്ണൂരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിച്ച വേദിയിൽ ഇർഫാൻ ഹബീബ് പ്രസംഗം തടസ്സപ്പെടുത്തിയില്ലേ? തുഷാർ ഗാന്ധിയെ ആരും സ്റ്റേജിൽ കയറി ആക്രമിച്ചില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. ലാത്തിയും തോക്കും കൊണ്ട് കാവൽ നിന്നാൽ RSSകാർ പ്രതിഷേധിക്കാതിരിക്കില്ല. ഗാന്ധി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാവരും മഹാത്മാക്കൾ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സഖാവ് VS അച്യുതാനന്ദനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീട്ടിലെത്തി സന്ദർശിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് AKG സെന്ററിൽ കൂടാനിരിക്കെയാണ് സന്ദർശനം. VSന്റെ 8 പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ ജീവിതം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റ ചരിത്രം കൂടിയാണെന്ന് MV ഗോവിന്ദൻ VSനെ സന്ദർശിച്ച ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു. ബലക്ഷയം സംഭവിച്ച എറണാകുളം വൈറ്റ്ലയിലെ ചന്ദ്രകുഞ്ച് ആർമി ഫ്ളാറ്റ് സമുച്ചയം 6 മാസത്തിനുള്ളിൽ പൊളിച്ചു നീക്കും. മരട് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിയ 3 കമ്പനികളാണ് കെട്ടിടം പരിശോധിച്ച ശേഷം ഇക്കാര്യം അറിയിച്ചത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫ്ളാറ്റ് സമുച്ചയമുള്ളതും സമീപത്തുകൂടി മെട്രോ റെയിൽവേ ലൈൻ കടന്നുപോകുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ്. പൊളിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ച ശേഷമാകും ഇതിനാലുള്ള കരാറടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചാരണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ്. തമ്മിലടി ഒഴിവാക്കാൻ പ്രചാരണ ചുമതലയടക്കം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകാനാണ് ആലോചന. സമീപ സംസ്ഥാനങ്ങളായ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ നേതാക്കളെയും കേരളത്തിൽ വിന്യസിച്ചേക്കും. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. വടക്കാഞ്ചേരി മംഗലം ചോഴിയങ്കോട് മനു ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തായ ചോഴിയങ്കാട് വിഷ്ണു പോലീസ് പിടിയിലായി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവമുണ്ടായത്. മനുവും സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സംസ്ഥാന KSUവിൽ കൂട്ട നടപടി. 4 ജില്ലകളിൽ നിന്നായി 87 ഭാരവാഹികളെയാണ് സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയിൽ പങ്കെടുക്കാഞ്ഞതിനാണ് നടപടിയെന്നാണ് വിശദീകരണം. മതിയായ കാരണം കാണിക്കാത്തവരെ സംഘടനയിൽ നിന്നും പുറത്താക്കുമെന്നും അലോഷ്യസ് സേവ്യർ വിശദീകരിച്ചു. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി CPM നേതാവ് K രാധാകൃഷ്ണൻ MP. EDയുടെ സമൻസിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13കാരിയെ കണ്ടെത്തി. പെൺകുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായാണ് വിവരം. കുട്ടി തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടുകാരെ ഫോണിൽ വിളിച്ച് അറിയിച്ചത്. റെയിൽവേ പോലീസിനൊപ്പം സുരക്ഷിതയാണെന്ന് പെൺകുട്ടി പറഞ്ഞതായി കുടുംബം അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ദന്ത ഡോക്ടറെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര കൊറ്റാമം സ്വദേശി സൗമ്യയാണ് വീടിൻ്റെ ഉള്ളിൽ കഴുത്തറുത്ത നിലയിൽ മരിച്ചത്. ഈ സമയം വീട്ടിൽ സൗമ്യയും ഭർത്താവും ഭർതൃമാതാവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവ് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഹണി ട്രാപ്പിലൂടെ കവർച്ച നടത്തിയ കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിൽ. നല്ലേപ്പള്ളി സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. ഇന്നലെ രാത്രി കൊഴിഞ്ഞാമ്പാറയിൽ വെച്ചാണ് പിടിയിലായത്. ജോത്സ്യനെ വിളിച്ചു വരുത്തി നഗ്ന ദൃശ്യങ്ങൾ എടുത്ത സംഘത്തിൽ ഇയാളുണ്ടായിരുന്നു. കേസിൽ 7 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ലോക്സഭ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരായ ചെന്നൈ സമ്മേളനത്തിലേക്ക്
കേരളത്തെയും ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. തിരുവനന്തപുരത്തെത്തിയ തമിഴ്നാട് IT മന്ത്രി പഴനിവേൽ ത്യാഗരാജനും തമിഴച്ചി തങ്കപാണ്ഡ്യൻ MP-യും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ക്ഷണക്കത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈമാറി. കേരളത്തിന്റെ പിന്തുണ ഉറപ്പു നൽകിയ പിണറായി സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന വാഗ്ദാനവും നൽകി. ഗാസയിൽ ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിയിട്ട് 12 ദിവസം പിന്നിട്ടതായി റിപ്പോർട്ട്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച ദോഹയിൽ പുരോഗമിക്കവെയാണ് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ട്രക്കുകൾ തടയാൻ ആരംഭിച്ചതും. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധനത്തിന്റെ വിതരണവും തടഞ്ഞിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല. ബലൂചിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചലിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി പാകിസ്ഥാൻ. ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായുള്ളവരാണെന്നും ഇന്ത്യയാണ് അവരെ സ്പോൺസർ ചെയ്തതെന്നും പാകിസ്ഥാൻ ആരോപിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്കത്ത് അലിഖാനാണ് ആരോപണമുന്നയിച്ചത്. ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട കോളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നത് എന്നതിന് പാകിസ്ഥാന്റെ കൈവശം തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലധികമായി കഴിയുന്ന സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ക്രൂ 10 ദൗത്യം നാസയും സ്പേസ് എക്സും ചേർന്ന് നാളെ പുലർച്ചെ വിക്ഷേപിക്കും. സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച വിക്ഷേപണം നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നടക്കുക. IPL തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് ഡൽഹി ക്യാപിറ്റൽസ്. ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത്. ഡൽഹി ക്യാപിറ്റൽസ് നായകനായിരുന്ന ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് പോയതോടെയാണ് ഈ സീസണിൽ ഡൽഹിക്ക് പുതിയ നായകനെ കണ്ടെത്തേണ്ടി വന്നത്. ഇന്ത്യൻ കളിക്കാരെ വിദേശ ലീഗുകളിൽ കളിക്കാൻ അനുവദിക്കാത്ത BCCI നടത്തുന്ന IPL-ൽ കളിക്കാൻ വിദേശ കളിക്കാരെ അയക്കരുതെന്ന് മറ്റ് ക്രിക്കറ്റ് ബോർഡുകളോട് അഭ്യർത്ഥിച്ച് മുൻ പാക് നായകൻ ഇൻസമാം ഉൾ ഹഖ്. എല്ലാ വിദേശ കളിക്കാരും IPL-ൽ കളിക്കാൻ ഇന്ത്യയിലെത്തുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ഇന്ത്യൻ താരത്തെ പോലും വിദേശ ലീഗിൽ കളിക്കാൻ BCCI അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളും തങ്ങളുടെ കളിക്കാരെ IPL-ൽ കളിക്കാൻ അയക്കാതെ ബഹിഷ്കരിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ BCCI പാഠം പഠിക്കൂവെന്നും ഇൻസമാം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിൻ്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.